ഹായ് ഓൾ. നമുക്കറിയാം 10ാം ക്ലാസ്സിലെ 2025-26 അധ്യയന വർഷത്തിലെ മുഴുവൻ ടെക്സ്റ്റ് ബുക്സും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇത് യൂണിറ്റ് 1ലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. സോ യൂണിറ്റ് ഒന്ന് പരിചയപ്പെടാമെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 1ൻ്റെ പേര് ട്രയൽസ് ആൻഡ് ഡ്രിങ്ക്സ്. ട്രയൽസ് എന്ന് വെച്ചാൽ എക്സ്പെരിമെൻറ്റ്സ് ആണ്, അതായത് പരീക്ഷണങ്ങളാണ്. ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ വിജയങ്ങളാണ്. അപ്പോൾ പരീക്ഷണങ്ങളിലൂടെയാണ് വിജയങ്ങൾ അച്ചീവ് ചെയ്യുന്നത്, അല്ലേ? ട്രയൽസ് നമ്മൾ ഒത്തിരി ട്രയൽസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനലി നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ വിജയം എന്നാണ് അർത്ഥം. ദെൻ ഈ ഒരു യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഷോർട്ട് സ്റ്റോറിയാണ്, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് by Gabriel Garcia Marquez. Second one, In the Attic, written by Vladislav Zipliman. Then Friends Romance Countrymen എന്ന് പറയുന്ന ഒരു സ്പീച്ചും written by വില്യം ഷേക്സ്പിയറിൻ്റെ. സോ നമ്മുടെ ചാപ്റ്റർ നോക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു വളരെ വെരി ഓൾഡ് മാൻ ആണല്ലേ. വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. അദ്ദേഹത്തിൻ്റെ വിങ്സ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആൻഡ് എനോമസ്, ബിഗ് എന്നാണ് അർത്ഥം. എനോമസ് എന്ന് വെച്ചാൽ ലാർജ് ആൻഡ് ബിഗ്, വലിയ ചിറകോട് കൂടിയിട്ടുള്ള ഒരു പാവപ്പെടലിൽ ഒരു വയസ്സായ ഓൾഡ് മാൻ. വളരെ വലിയ ചിറകോട് കൂടിയിട്ടുള്ള ഒരു വയസ്സായ മാൻ. ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ് ആണ് എഴുതിയിട്ടുള്ളത്. സോ ഞാനിവിടെ ഷോർട്ട് സമ്മറിയാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ സ്റ്റോറി ഉണ്ട്. ഫുൾ സ്റ്റോറിയുടെ ഒരു ഷോർട്ട് സമ്മറി. വൺ ഡേ ആഫ്റ്റർ ഡേയ്സ് ഓഫ് റെയിൻ എ മാൻ നെയ്മഡ് പെലായോ ഫൈൻഡ്സ് ആൻ ഓൾഡ് മാൻ ഇൻ ഹിസ് കോർട്ട്യാർഡ്. അതായത് പെലായോ എന്ന് പേരുള്ള ഒരാൾ ഒരു ദിവസം, ഒത്തിരി മഴയുള്ള ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഒരു ഓൾഡ് മാനിനെ അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് നിന്ന് കാണാണ്. ദ ഓൾഡ് മാൻ ലുക്സ് ടയേർഡ് ആൻഡ് ഡേർട്ടി ആൻഡ് ഹി ഹാസ് ഹ്യൂജ് വിങ്സ്. ആ ഓൾഡ് മാൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്? കാണാൻ വളരെ ടയേർഡാണ്, വളരെ ഡേർട്ടിയാണ്, വളരെ മുഷിഞ്ഞതാണ്. ആൻഡ് ഹി ഹാസ് ഹ്യൂജ് വിങ്സ്. അദ്ദേഹത്തിന് വളരെ വലിയ എന്തുണ്ട്, ചിറകുകളും കൂടെ ഉണ്ട്. അപ്പോൾ ഓൾഡ് മാൻ വളരെ ടയേർഡാണ്. ഹി ഡസൻറ്റ് സ്പീക്ക് ക്ലിയർലി ആൻഡ് നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് ഹിം. അദ്ദേഹം വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല, ആർക്കും അദ്ദേഹത്തെ മനസ്സിലാവുന്നുമില്ല. അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും അതാർക്കും മനസ്സിലാവുന്നില്ല. ദെൻ പെലായോ ആൻഡ് ഹിസ് വൈഫ് എലിസാൻഡെ ആർ കൺഫ്യൂസ്ഡ്. പെലായോയും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണ്? എലിസാൻഡ. ഇവർ രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആവണം, എന്താ ശരിക്കും എന്നുള്ള അർത്ഥത്തിൽ അവരാകെ കോംപ്ലിക്കേറ്റഡ് ആവാണ്. ദെൻ ദേ കോൾ നൈബേഴ്സ് ആൻഡ് എ പ്രീസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ടു ഡു. അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്, ഇവരുടെ തൊട്ടടുത്തുള്ള അയൽവാസികളെയും അതുപോലെ പുരോഹിതൻ, പ്രീസ്റ്റ് എന്ന് വെച്ചാൽ പുരോഹിതൻ, പള്ളിലച്ഛനെയൊക്കെ വിളിച്ചിട്ട് എന്താ ഇനി ചെയ്യുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇവരെല്ലാവരെയും വിളിക്കുകയാണ്. ഓക്കെ. ദെൻ സം പീപ്പിൾ തിങ്ക് ഹീ മൈറ്റ് ബി ആൻ ഏഞ്ചൽ. അപ്പോൾ ചില ആളുകളൊക്കെ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പം അദ്ദേഹം എന്താണ് ഉറപ്പായിട്ടും ഒരു ഏഞ്ചലാണല്ലേ, കാരണം ചിറകുണ്ടല്ലോ. അപ്പോൾ ചില ആൾക്കാരെന്താ വിചാരിക്കുന്നത്, അദ്ദേഹം ഒരു ഏഞ്ചലായിരിക്കും എന്നുള്ള രീതിയിൽ വിചാരിക്കുകയാണ്. വൈൽ അതേഴ്സ് തിങ്ക് ഹി ഈസ് ജസ്റ്റ് എ സിക്ക് ഓൾഡ് മാൻ വിത്ത് വിങ്സ്. അപ്പോൾ ചില ആൾക്കാരെന്താ വിചാരിക്കുന്നത്, ഒരു സിക്കായിട്ടുള്ള ഓൾഡ് മാൻ ആണ്, ചിറകോട് കൂടിയിട്ടുള്ള അസുഖമുള്ള ഒരു വയസ്സായ മാനാണ് എന്നാണ് ചില ആൾക്കാർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ദെൻ പെലായോ ആൻഡ് എലിസാൻഡ ഡിസൈഡ് ടു കീപ് ദ ഓൾഡ് മാൻ ഇൻ എ ചിക്കൻ കൂപ്പ്. അങ്ങനെ പെലായയും എലിസാൻഡയും ആ ഒരു ഓൾഡ് മാനിനെ കോഴിക്കൂടിൽ കീപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. സൂൺ മെനി പീപ്പിൾ ഫ്രം ദ ടൗൺ ആൻഡ് നിയർ ബൈ ഏരിയാസ് കം ടു സീ ഹിം. പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ ഈ വാർത്തയ്ക്ക് സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പല ടൗണിൽ നിന്നും നിയർ ബൈ ഏരിയാസിൽ നിന്നൊക്കെ ഈ ഒരു ഓൾഡ് മാനെ കാണാനായിട്ട് വരികയാണ്. ദെൻ ദേ ആർ ക്യൂരിയസ്. അപ്പോൾ ആളുകളൊക്കെ വളരെ ക്യൂരിയസ് ആണ്, കാരണം ഒരു ഓൾഡ് മാൻ വിത്ത് സ്പെഷ്യാലിറ്റി എന്താണ്, വിത്ത് വിങ്സോട് കൂടിയിട്ടുള്ള ഒരു ഓൾഡ് മാൻ അവിടെ വീണ് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ട്. അപ്പോൾ ആളുകളൊക്കെ വളരെ ക്യൂരിയസ് ആണ്. ദേ ആർ ക്യൂരിയസ് ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് കൈൻഡ്.
ക്യൂരിയസ് ആണെങ്കിൽ പോലും അവരിലുള്ള പല ആൾക്കാരും എന്തായിരുന്നില്ല, കൈൻഡ് ഉണ്ടായിരുന്നില്ല, ദയാലു ആയിരുന്നില്ല. ഓക്കെ. ദെൻ സം ത്രോ ഫുഡ് അറ്റ് ഹിം. ചില ആൾക്കാരൊക്കെ ഭക്ഷണമൊക്കെയാണ് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. ദെൻ സം പോക്ക് ഹിം. പോക്ക് എന്ന് വെച്ചാൽ ഉന്തുക, തള്ളുക എന്നുള്ള അർത്ഥമാണ്. ചില ആൾക്കാരൊക്കെ അദ്ദേഹത്തെ ഉന്താനായിട്ട് ശ്രമിക്കുകയാണ്, അദ്ദേഹത്തിനെ തീരെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുന്നില്ല. ആൻഡ് സം ആസ്ക് ഫോർ മിറാക്കിൾസ്. ചില ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മിറാക്കിൾസിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പം ഒരു ഏഞ്ചലാണെന്നുള്ള രീതിയിൽ, ഏഞ്ചലാകുമ്പം മാജിക്സ് പവേഴ്സൊക്കെ ഉണ്ടാവും. സോ വാട്ട് ആർ യുവർ മിറാക്കിൾസ്, എന്തൊക്കെയാണ് നിൻ്റെ മിറാക്കിൾസ് എന്നുള്ള രീതിയിൽ പല ക്വസ്റ്റ്യൻസും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈവൻ ദോ ഹീ സീംസ് മാജിക്കൽ, അല്ലേ, കാണുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നത്, ഒരു മാജിക്കലാണ്, മാജിക് ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പീപ്പിൾ ഡോണ്ട് ട്രീറ്റ് ഹിം വിത്ത് റെസ്പെക്റ്റ്. പക്ഷേ ആളുകൾ അദ്ദേഹത്തെ ഒരിക്കലും റെസ്പെക്റ്റ് ആയിട്ടുള്ള മര്യാദയുടെ രീതിയിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നില്ല, ട്രീറ്റ് ചെയ്യുന്നില്ല. കാരണം എന്തായിരിക്കും, അദ്ദേഹം വളരെ വൾണറബിൾ ആണല്ലേ, വളരെ വീക്കാണ്, തീരെ വയസ്സായ ഓൾഡ് മാനാണ്, അദ്ദേഹത്തിനൊന്നിനും കഴിയുന്നില്ല. ഓക്കെ, വളരെ വീക്കാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, വളരെ ഡേർട്ടിയാണ്, വളരെ ടയേർഡാണ്. പെലായോ ആൻഡ് എലിസാൻഡ മേക്ക് എ ലോട്ട് ഓഫ് മണി ബൈ ചാർജിങ് വിസിറ്റേഴ്സ് ടു സീ ദ ഓൾഡ് മാൻ. ഇവർ രണ്ട്, ഈ കപ്പിൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പെലായയും എലിസാൻഡയും എന്ത് ചെയ്യാണ്, ഒരുപാട് പൈസ ഇവനെ വിറ്റിട്ട്, അതായത് ഇവനെ വിസിറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരുമല്ലോ. സോ ഈ ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ ചാർജ് ചെയ്തിട്ട്, മണി ചാർജ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യാണ്, ഇവർ പൈസ ഉണ്ടാക്കുകയാണ്. ഇവരെ വെച്ചിട്ട് എന്താണ്, വില പേശുകയാണ് ആക്ച്വലി. ദെൻ ദ ലാസ്റ്റ് വൺ. Later, another strange person comes to town, a woman who was turned into a game spider. അതായത് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം വേറൊരു സ്ട്രേഞ്ച് പേഴ്സൺ ഈ ഒരു ടൗണിൽ വരികയാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരു വുമൺ ആണല്ലേ, എ വുമൺ ഹു വാസ് ടേൺഡ് ഇൻ ടു എ ഗെയിം സ്പൈഡർ. അതായത് ഒരു വുമൺ ആണ്. എങ്ങനെയാണ് ആ വുമൺ മാറിയിട്ടുള്ളത്, ഒരു ഗെയിം സ്പൈഡറായിട്ട് അത് മാറിയിട്ടുണ്ട്. ഒരു എട്ടുകാലി, ഒരു പ്രത്യേക പവറുള്ള ഒരു എട്ടുകാലിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഗെയിം സ്പൈഡർ എന്ന് വെച്ചാൽ ഒരു ഭീകരൻ, അതിഭീകരൻ എന്നൊക്കെയുള്ള, ഗെയിം എന്ന് വെച്ചാൽ അങ്ങനത്തെ അർത്ഥമാണുള്ളത്. പീപ്പിൾ ലോസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഓൾഡ് മാൻ ബിക്കോസ് ദ സ്പൈഡർ വുമൺ ടെൽസ് ഹെർ സ്റ്റോറി ആൻഡ് എൻ്റർടൈൻസ് ദം മോർ. അതായത് ഇത് കുറച്ചും കൂടെ പവറുള്ള സ്പൈഡറാണ്, അതുകൊണ്ട് തന്നെ അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, ഇൻട്രസ്റ്റ് കുറഞ്ഞു. പീപ്പിൾ ലോസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു, എന്താണ്, ആളുകൾക്ക് ഈ ഓൾഡ് മാനിൻ്റെ ഇതിലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു. സ്വാഭാവികമായിട്ടും പുതിയത് വരുമ്പോൾ പഴയതിനുള്ള ഇൻട്രസ്റ്റ് കുറയും. സോ അതുപോലെ ഇവിടെയും സംഭവിച്ചു. എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞു, ഈ സ്പൈഡർ വുമണിൻ്റെ ഇതിലേക്ക് തിരിഞ്ഞു. സ്പൈഡർ വുമണിൻ്റെ സ്റ്റോറി കേൾക്കാനും സ്പൈഡർ വുമണിൻ്റെ എൻ്റർടൈൻമെൻറ്റ്സ് കാണാനായിട്ട് ആളുകൾ ഇവിടെ കൂടി. ഈ സ്പൈഡർ വുമണിൻ്റെ അടുത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഓൾസോ ലോസ് ദ ഇൻട്രസ്റ്റ്. എവിടെയുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു, ഈ ഒരു ഓൾഡ് മാനിൻ്റെ മേലിലുള്ള ഇൻട്രസ്റ്റ് കുറയും ചെയ്തു. ദെൻ ദ ഓൾഡ് മാൻ ഈസ് നൗ ഇഗ്നോർഡ്. അങ്ങനെ ഈ ഓൾഡ് മാൻ ഇപ്പോൾ എന്താണ്, കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് ആണ്. ആരും ഓൾഡ് മാനെ കെയർ ചെയ്യുന്നില്ല. ഓൾഡ് മാനിലുള്ള ആളുകളുടെ ആൻഷൈറ്റിയും ആളുകളുടെ എക്സൈറ്റ്മെൻറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് നോ വൺ കെയർസ് അബൌട്ട് ഹിം. ആരും അവനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും കംപ്ലീറ്റ്ലി അവനെ എന്ത് ചെയ്തു, ഇഗ്നോർ ചെയ്തു. അങ്ങനെ സീസൺ പാസസ്, കാലങ്ങളൊക്കെ കടന്നുപോയി. ദ ഓൾഡ് മാൻ ബിക്കംസ് സിക്ക്. ഓൾഡ് മാൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, സിക്കായിരുന്നല്ലോ. സോ സിക്കായി തീർന്നത്, ഓൾഡ് മാൻ അസുഖത്തിലായിപ്പോയി. ബട്ട് ഹി ഡസ് നോട്ട് ഡൈ. പക്ഷെ മരിച്ചിട്ടില്ല. സിക്കാണ്, എന്നിരുന്നാൽ പോലും മരിച്ചിട്ടില്ല. സ്ലോലി, പതിയെ എന്ത് ചെയ്തു, ഹി ഗെറ്റ്സ് ബെറ്റർ ആൻഡ് സ്ട്രോങ്ങർ. പതിയെ ഓൾഡ് മാൻ ഗെറ്റ്സ് ബെറ്ററായിട്ട് വളരെ ശക്തിയായിട്ട് എന്ത് ചെയ്തു, തിരിച്ചു വന്നു. അപ്പോൾ മരിച്ചിട്ടില്ല. അങ്ങനെ പതിയെ ഒത്തിരി നാളുകൾക്ക് ശേഷം ഓൾഡ് മാൻ വളരെ സ്ട്രോങ്ങർ ആയിട്ട് തിരിച്ചു വരികയാണ്. ആൻഡ് വൺ ഡേ എലിസാൻഡ സീസ് ഹിം സ്ട്രെച്ചിങ് ഹിസ് വിങ്സ് ആൻഡ് ഫ്ലൈങ് അവേ. ഒരു ദിവസം എലിസാൻഡ കാണുകയാണല്ലേ, ആ ഓൾഡ് മാൻ അദ്ദേഹത്തിൻ്റെ വിങ്സ് സ്ട്രെച്ച് ചെയ്തിട്ട് നല്ല വിടർത്തിയിട്ടാണ് പറന്ന് പോവുകയാണ് ചെയ്തത്. അതാര് കാണുന്നുണ്ട്, എലിസാൻഡ കാണുന്നുണ്ട്. അപ്പോൾ ഹീ ലീവ്സ് വിത്തൗട്ട് എ വേർഡ്. ഒരു വാക്കുപോലും പറയാതെ അവൻ എന്ത് ചെയ്യാണ്, ലീവ് ചെയ്യാണ് അവിടുന്ന്. ആരോടും ഒന്നും മിണ്ടാതെ അവൻ്റെ വഴിക്ക് അവന് അവൻ ഓക്കെ ആയി എന്ന് തോന്നിയ നിമിഷത്തിൽ, സ്ട്രോങ്ങറായി എന്ന് പറയുന്ന ഒരു നിമിഷത്തിൽ അവന് ആരോടൊന്നും പറയാതെ ചിറകും വീശി അങ്ങ് പറന്ന് പോവാണ്. ഓക്കെ. ആൻഡ് ലൈഫ് ഗോസ് ബാക്ക് ടു നോർമൽ. ആൻഡ് പിന്നീട് അവൻ്റെ ജീവിതം നോർമൽ ലൈഫിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മോറൽ ഓർ മെസ്സേജ് നോക്കാം, സ്റ്റോറിയുടെ മെസ്സേജ്. So the message of the story, what's the message? Yes, the story teaches us about how people treat those who are different.
വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ, ജനങ്ങളെ അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് മറ്റാളുകൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. ഇവർ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ആരാണ്? നമ്മുടെ ഓൾഡ് മാൻ ആണല്ലേ, ചിറകുണ്ട്, അപ്പോൾ വൾണറബിൾ ആയിട്ടുള്ള, വീക്കാണ്, ടയേർഡാണ് അല്ലേ. അത്തരം ആൾക്കാരുടെ മേളിൽ എങ്ങനെയാണ് മറ്റുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് കൈൻഡ്നെസ് ഓർ റെസ്പെക്റ്റ്, കൈൻഡ്നെസ്, ദയയുടെയും മര്യാദയുടെയും അല്ലെങ്കിൽ ബഹുമാനത്തിൻ്റെയും ഒക്കെ പകരമായിട്ട് ഇവിടെ പീപ്പിൾ ഓഫൺ ഷോ ക്രൂവാലിറ്റി, സെൽഫിഷ്നെസ് ആൻഡ് ഗ്രീഡ്. ആളുകൾ കാണിക്കുന്നത് എന്താണ്? വളരെ ക്രൂര സ്വഭാവമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ സ്വാർത്ഥത, അത്യാഗ്രഹമൊക്കെയാണ് ഇവിടെ കാണുന്നത്. പെലായോ ആൻഡ് എലിസാൻ്റെ നമ്മുടെ ഈ ഒരു ഓൾഡ് മാനിനെ ഒരു ചിക്കൻ കൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആ കീപ്പ് ചെയ്തിട്ടും പിന്നീട് അവനെ വിറ്റിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവനെ കാണാൻ വരുന്ന വിസിറ്റേഴ്സിൻ്റെ നിന്ന് മണി കളക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ ക്യാഷ് ഏൺ ചെയ്യാണ്. സോ അപ്പോഴും ഇത്രയും വീക്കായിട്ടുള്ള, വൾണറബിൾ ആയിട്ടുള്ള ഒരു മാനെ വെച്ചിട്ട് അവർ സ്വന്തം കാര്യങ്ങളിൽ നടത്തുന്നത്, അല്ലാതെ അവൻ ട്രീറ്റ് ചെയ്യാൻ അവൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഗ്രീഡ്, വളരെ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഗ്രീഡായിട്ടുള്ള, സെൽഫിഷ്നെസ് ആയിട്ടുള്ള രീതിയിലാണ് ഇത്തരം ആൾക്കാരോട് നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യുന്നത്? പെരുമാറുന്നത്. സൊസൈറ്റി എന്നല്ല, നമ്മുടെ ഈ ഒരു ആളുകൾ പെരുമാറുന്നത്. ഇറ്റ് ആൾസോ റിമൈൻഡ്സ് അസ് ദാറ്റ് മിറാക്കിൾസ് ആൻഡ് മാജിക് മേ നോട്ട് ലുക്ക് ദ വേ വി എക്സ്പെക്ട്. പിന്നെ ഈ ഒരു സ്റ്റോറി ഓൾസോ എന്തിനെക്കുറിച്ചും പറയുന്നുണ്ട്? നമ്മൾ മാജിക്, അതുപോലെ ഈ മിറാക്കിൾസൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വർക്ക് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ആൻഡ് വി ഷുഡ് ബി മോർ ഓപ്പൺ ഹേർട്ടഡ് ആൻഡ് തോട്ട്ഫുൾ. നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം? ചിന്തിച്ചിട്ട് കൂടുതൽ ഓപ്പൺ ഹേർട്ടഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. കൂടുതലായിട്ട് മെയിനായിട്ട് പറയുന്നത് ഈ ഫസ്റ്റ് സെൻറ്റൻസ് ആണ്. എങ്ങനെയാണ് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളോട് എങ്ങനെയാണ് മനുഷ്യന്മാർ പെരുമാറുന്നത് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ വ്യക്തികളുണ്ടാവാറുണ്ട്. സോ അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചേർത്ത് പിടിച്ചണം. അവരെ ഒരിക്കലും ഒരു ക്രുവൽറ്റി മൈൻഡിലൂടെ നമ്മൾ നോക്കാനായിട്ട് പാടില്ല. അതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയുടെ മെസ്സേജ് എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.